എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സൺഡേ വ്ളോഗാണ്. ലേറ്റായി പോയെന്ന് എനിക്കറിയാം. ഐ എം സോ സോറി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ് കേട്ടോ. നല്ല ഒത്തൻറ്റിക് ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായിരുന്നു. അത് കാരണം തന്നെയാണെന്ന് തോന്നുന്നു ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു നന്നായിട്ട് ചെയ്തു. ആകെ ഒരു ഒപ്പീനിയന് വ്യത്യാസമുള്ളത് അമ്മയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ അതിൻ്റെ സൈഡ് ഡിഷ് എല്ലാം വേണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൈഡ് ഡിഷൊന്നും വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്രൈ പാനകത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ വളരെ തിന്നായിട്ട് കുറച്ച് സവാള സ്ലൈസ് ചെയ്തെടുക്കണം. അത് കുറച്ചും കൂടെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകിയിട്ട് ഇട്ടാലുണ്ടല്ലോ, അത് നന്നായിട്ട് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. സാലഡ് ഉണ്ടാക്കാനും നമുക്കത് കണക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ സവാളയുടെ ഒരു കുത്തൽ ഇല്ലാണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ സവാള ഞാൻ അവിടെ എടുത്ത് വെച്ചു. ആ പാത്രം വീട്ടിലത്തെയാണ് കേട്ടോ. എനിക്ക് വലിയ പാത്രങ്ങളൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കുഞ്ഞു പാത്രങ്ങൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അങ്ങനെ ബിരിയാണി ചോറ് വെക്കാനുള്ള പാത്രം ഇല്ലാത്തത് കാരണം ഞാൻ പിന്നെ ദിയായെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ നിന്ന് പാത്രം എടുപ്പിച്ചാണ്. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകവും നമ്മളുടെ ഗ്രാമ്പും പട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുരുമുളകൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത്, എൻ്റെ കയ്യിൽ ജീരക റൈസ് ഇല്ലായിരുന്നു, സെല്ല റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബിരിയാണിക്ക് ജീരക റൈസ് ആയിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ എത്തിയേനെ. പക്ഷേ എന്ത് ചെയ്യാനാ, സെല്ല റൈസേ ഉള്ളായിരുന്നു. അത് കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത്രയും മതി, നമുക്ക് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം എന്നൊരു ഇതിൽ അത്രയും മതിയെന്ന് വിചാരിച്ചെടുത്തത്. പിന്നെ വീട്ടിൽ സംഗീതമൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും കൂടെ കൊടുക്കുമ്പോൾ തീരുമെന്ന് വെച്ചു. തീരുമെന്ന് വെച്ചതല്ല, തീരും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഈ റൈസിന്ന് കുതിർത്ത് വെച്ചേക്കണം. അതിനുശേഷം ഇത് നമ്മൾ വെള്ളം കളഞ്ഞ് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഗീ റൈസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ, വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഗീ റൈസ് ആയി കിട്ടും കേട്ടോ. ഗീ റൈസിന് നല്ല ടേസ്റ്റാണ്. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ ഇഷ്ടവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ അടി നടക്കുന്നു ഗൈസ്, രണ്ടുപേരും കൂടെ. ദിയ ആണെങ്കിൽ കുളിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കും. അവനോട് എന്തോ ചോദിച്ചപ്പോൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാമുട്ടും തർക്കങ്ങളും ഒക്കെ ആയി കേട്ടോ. അങ്ങനെ അരി ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കെറ്റിലി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് ഒഴിച്ചു കേട്ടോ. ആയിഷ വന്നിട്ട് ചോദിക്കുക ബിരിയാണി റെഡി ആയില്ലേന്ന്. എന്ന് വെച്ചാൽ ഞാൻ കമ്പ്യൂട്ടറല്ലേ, പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അരിയുടെ കുറച്ച് മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഉപ്പിടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴുമാണ് ഞാൻ ഉപ്പിട്ടത് കേട്ടോ. നമുക്ക് എത്രയാ അരി എന്ന് വെച്ചാൽ അതിൻ്റെ കണക്ക് ടേബിൾ സ്പൂണിൽ ഉപ്പിടണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ ഗോൾഡൻ കളറിൽ സവാള ആയി എത്തിയിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ കഴിയുന്നിടം വരെ കാത്തിരിക്കരുത്. കാര്യം ഇത് പാത്രത്തിൽ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് ആ ചൂട് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആകും കേട്ടോ. അത് കാരണമാണ് പറഞ്ഞത്. പിന്നെ ആ ഉള്ളി വറുത്ത അതേ സാധനത്തിൽ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ താള് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു പോട്ട്, പാവമല്ലേ. ദിയയ്ക്ക് ഹെയർ കെയർ ഞായറാഴ്ച നിർബന്ധമാണ് കേട്ടോ. ഇതിനു മുമ്പ് ഇത് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ നെയ്ബറുണ്ട് കേട്ടോ, ബിനി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിക്ക് എല്ലാ ഞായറാഴ്ച ഹെയർ കെയർ ഇങ്ങനെ പിള്ളേർക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുകയും ചെയ്യും, പുള്ളിക്കാരത്തിയും ചെയ്യും. അങ്ങനെയാണ് ദിയ ഇപ്പോൾ എല്ലാ സൺഡേയിലും ഇങ്ങനെ താളി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ദിയ എനിക്കൊരല്പം തരികയും ചെയ്യും കേട്ടോ. ഞാനങ്ങനെ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ പോയി പച്ചമുളക് ഇല്ലാതെ ഇതിനകത്ത് ഒരു കാര്യവും നടക്കത്തില്ല. പിന്നെ നേരെ പോയി ഇതാണ് നമ്മളെ രമ്പയിൽ നിന്ന് 2 രമ്പയിലയും കൂടെ പിച്ച് നേരെ ഞാൻ കിച്ചണിൽ വന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് എൻ്റെ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ നമ്മളുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉള്ളി അടപ്പിരിക്കുന്ന ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഇരിക്കുന്നു. പിന്നെ അവരുടെ പ്രസൻറ്റേഷൻ അവരുടെ ഒരു ജോലിയാണല്ലോ, അത് കേൾക്കാതിരിക്കുന്നത് മോശമാണല്ലോ. എന്തായാലും അവസാനം പുള്ളിക്കാരനും പറഞ്ഞു. ഞാനും അത് കുറച്ചൊക്കെ കുറച്ചെല്ലാം മുഴുവൻ കേട്ടിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കിന് ഉള്ളി നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരുന്ന പച്ചമുളകും കൂടെ അതിനകത്ത് ചേർത്തു. അതിനകത്ത് അതായത് നമ്മളുടെ ചിക്കൻ കറിക്കകത്ത് എരി വരുന്നതെന്ന് വെച്ചാൽ ഈ പച്ചമുളകിൻ്റെ എരിയാണ് വരുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരി വരുന്നത് അതിനനുസരിച്ച് പച്ചമുളക് ഒരു 6 7 എണ്ണം അരച്ച് ചേർത്താൽ മതി കേട്ടോ. കാര്യം നമ്മൾ ഇതിനകത്ത് 1 സ്പൂൺ തികച്ച് മുളക് പൊടി ഇടത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ റൈസ് നോക്കിയപ്പോൾ റൈസിനകത്ത് കുറച്ചും കൂടെ വെള്ളമുണ്ട്. വെള്ളം വറ്റിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ ഗീ റൈസിനൊക്കെ അങ്ങനെയാണ്, വെള്ളം വറ്റിച്ചാണ് റൈസ് എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ആ ചിക്കൻ കറിയിലോട്ട് വരാം. ചിക്കൻ കറിക്കകത്ത് ഞാൻ മസാല ഇട്ടു. ഒരുപാട് മസാലകളൊന്നും വേണ്ട, കാര്യം മുളക് പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല, മസാലകളൊന്നും അല്ല, ഒരുപാട് സാധനങ്ങൾ ചിക്കൻ കറിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വേണം. പിന്നെ കുരുമുളക് നന്നായിട്ട് വേണം കേട്ടോ, കാര്യം ചില പച്ചമുളകിന് എരി കാണത്തില്ല, നിങ്ങൾ എരി നോക്കിയിട്ട് വേണം ഇതെല്ലാം ഞാൻ പറയുന്ന കണക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ മസാലപ്പൊടി ഇട്ട് കുരുമുളക് ഇട്ടു. അതിനുശേഷം ഞാൻ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ, അതായത് ഒരു ടീസ്പൂണിൽ മാത്രമേ മുളക് പൊടി ഇടാവുള്ളൂ കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഇത് ചെയ്തു. മഞ്ഞപ്പൊടിയും കൂടെ വേണം കേട്ടോ, മഞ്ഞപ്പൊടി ഇടുന്നത് കണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ. അതും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളുടെ ചിക്കൻ എല്ലാം കൂടെ എടുത്ത് പാനകത്തിട്ട് വെള്ളം തിളപ്പിച്ച് കെറ്റിലി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് ഉപ്പും ഇട്ട് അതൊന്ന് സോട്ട് ചെയ്ത് സെറ്റാക്കി അത് വേവാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചില്ല, അടുപ്പിൽ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ. അവിടെ ഇരുന്ന് വേവട്ടേന്ന് വിചാരിച്ചു. ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകം, നമ്മൾ ഈ ബിരിയാണി കടയിൽ നിന്ന് മേടിക്കുമ്പം ഒട്ടും കുത്തില്ലാത്ത ബിരിയാണി കിട്ടത്തില്ല, അതായത് നമുക്ക് ആ മസാലയാണോ എന്തോ ആണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ പറ്റാത്തൊരു രീതിയിലുള്ള ബിരിയാണി ഉണ്ടല്ലോ, അതേ കണക്ക് കിട്ടും കേട്ടോ. ഇത് കറക്റ്റ് രീതിയിൽ ബിരിയാണി ദമ്മൊക്കെ ചെയ്തെടുത്താൽ ആ ഒരു രീതിയിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇട്ടതെന്ന് പറയാം മല്ലിയിലയും കുറച്ച് പുതിനയിലയും, കുറച്ചെന്ന് വെച്ചാൽ 2-3 അല്ലി പുതിനയില മാത്രമേ ഇട്ടുള്ളൂ, മല്ലിയില ഞാൻ ഇട്ട് കേട്ടോ. പിന്നെ കറിയാവല അപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, കുറച്ച് സാധനങ്ങളുള്ളായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി വെക്കണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു, പിന്നെ എനിക്ക് പെട്ടെന്നാണ് അല്ലെങ്കിൽ ബിരിയാണി വെക്കാൻ കുറേ നാളായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിരിയാണി വെച്ചത്. അങ്ങനെ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എവിടെ കണ്ടാൽ പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു നമ്മളുടെ ആ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. തീയെ അപ്പോഴത്തേക്കിന് താളിയൊക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ആൾ അരിച്ചില്ല, കട്ടി കൂടുതലാണെന്നും പറഞ്ഞ് അരിച്ചില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് നമ്മളുടെ സവാള വറുത്ത് വെച്ചതുണ്ടല്ലോ അത് കഴിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഇത് വറുത്ത് വെച്ചാലും ഇച്ചിരി വന്ന് കോരി വായിടുന്നത് ഒരു ശീലം. ഈ വറുത്ത് വെച്ചേക്കുന്നത് കോരി വായിടുന്നതാണെങ്കിൽ എനിക്കൊട്ട് ഇഷ്ടവുമല്ല, കാര്യം ഇത് വറുത്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കുന്ന കാര്യമാണ്. ഇതാണ് മെയിനായിട്ട് ബിരിയാണിക്ക് വേണ്ടുന്നത്. അതിനിടയ്ക്ക് നോക്കിയപ്പോൾ വേറൊരു കൈയും കൂടെ വന്നു. ഇത് കണ്ടോ, അവളുടെ ഇത് ഹെയർ പാക്ക് ഒട്ടും തന്നെ ഒഴുകുന്നില്ലെന്നും പറഞ്ഞിട്ടുള്ള ഷോയാണ് ആ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറി ഇളക്കി എല്ലാം ഒന്ന് തക്കാളിയൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി കേട്ടോ. കുറച്ച് ചിക്കൻ കറി മണ്ടത്തേക്കല്ല, തിങ്കളാഴ്ചത്തേക്ക് പുട്ടും ചിക്കൻ കറി ആക്കാമെന്ന് പറഞ്ഞെടുത്ത് മാറ്റി വെച്ചു. പക്ഷെ അങ്ങനെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്ക് റൈസ് കുറച്ചേ ഉള്ളൂ, കറി തോനെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് മാറ്റി വെച്ചാൽ തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമല്ലോ, കാര്യം പിന്നീട് ഇരുന്ന് ചീത്തയായി പോകുന്നതിനേക്കാൾ വൃത്തിയല്ലേ തണുത്തിട്ട് എടുത്ത് വെക്കുന്ന എന്നൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് മാറ്റി വെച്ചത്. പക്ഷെ എൻ്റെ ചിക്കൻ കറി വേറെ ലെവലായിരുന്നു ഗൈസ്, നല്ല പൊളിച്ചു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, കൊള്ളാം എന്ന് പറഞ്ഞ്. ഇവിടെ ഞാൻ വെക്കുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കപ്സ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വട്ടം കുഴിമന്തി വെച്ചു, അങ്ങനെയുള്ള കാര്യം അതൊക്കെ പെട്ടെന്ന് കഴിയും. ഇതിന് ഇച്ചിരി ജോലിയുണ്ട്, സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കണം, ഇച്ചിരി മെനക്കേട്. സൈഡ് ഡിഷ് ഇല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ സൈഡ് ഡിഷ് വേണം, സാലഡ് വേണം, അച്ചാർ വേണം, പപ്പടം വേണം, ഇങ്ങനത്തെ സൈഡ് ഡിഷ് എല്ലാം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു ബിരിയാണി കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ അമ്മയ്ക്ക് എസൻസ് ഒക്കെ ഒഴിക്കണം കേട്ടോ. ഞാൻ അങ്ങനെ എസൻസ് ഒന്നും ഒഴിച്ചിട്ടല്ല ഈ വട്ടം ബിരിയാണി വെച്ചത്, പക്ഷെ ബിരിയാണിക്ക് നല്ല മണം ഉണ്ടായിരുന്നു. രമ്പേല ഇടുമ്പം ആ ഒരു മണം ഉണ്ടാവും, ഭയങ്കര മണമാണ് ആ ഒരു രമ്പേലയ്ക്ക്, നല്ല മണമാണ് കേട്ടോ. ആ ഒരു ദമ്മ് നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ ആ ഇല വാടിയിട്ട് വരുന്നൊരു മണം ഉണ്ടല്ലോ, കറക്റ്റ് ഒരു ബിരിയാണിക്കടയിൽ ചെന്ന് കയറിയ ഒരു ഫീലാവും. ആ ഒരു 2 ഇടണമെന്ന് നിർബന്ധമില്ല, ചോറിനനുസരിച്ച് ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ ചോറെല്ലാം കൂടെ ഇളക്കി അടുക്കി പിടിക്കാത്ത രീതിയിലാക്കി. യഥാർത്ഥത്തിൽ ദമ്മിടുന്ന ഇങ്ങനെയല്ല, ഈ ചോറ് മൊത്തവും മാറ്റിയിട്ട് പാത്രം കഴുകി വെച്ചതിന് ശേഷം ആ പാത്രം ചൂടാക്കി അതിനകത്ത് നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആദ്യത്തെ ലെയർ ചോറിടും. അതിന് ശേഷമാണ് ചിക്കൻ കറിയൊക്കെ ഒഴിക്കുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വിറയൽ തുടങ്ങിയായിരുന്നു അപ്പോഴത്തേക്കിന്, കാര്യം ഒരുപാട് ലേറ്റായി ബിരിയാണി വെച്ച് വന്നപ്പോഴത്തേക്കിന്. അപ്പോൾ ആ വിറയിൽ മാറ്റണമെങ്കിൽ ആഹാരം കഴിക്കണമെങ്കിൽ ബിരിയാണി റെഡി ആവണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ നമ്മൾ കൂടുതൽ അലങ്കാര പണികൾക്കൊന്നും പോകണ്ട, ഇതങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഈ ഒരു രീതിയിൽ അങ്ങ് സെറ്റാക്കി. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ലെയറിൽ ചോറെല്ലാം ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് എന്ന് വെച്ചാൽ ലെയറാക്കി ഒന്ന് നമ്മൾ കറക്റ്റ് ലെവലാക്കി കൊടുക്കണം. അതിന് ശേഷം ചിക്കൻ കറിയും കൂടെ ഒരേ രീതിയിൽ ഒഴിക്കണം. കറി ഒരുപാട് കൂടി പോകരുത് എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മൾ ആ ഒരു ബിരിയാണി എടുക്കുമ്പോൾ ഉള്ളൊരു ആ ടെക്സ്ചർ വേണം. നമ്മൾ ഒരുപാട് കറിയും ഇച്ചിരി ചോറും ആയിക്കഴിഞ്ഞാൽ അത് ബിരിയാണി എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചിക്കൻ കറിയും എല്ലാം കുറച്ച് ഒഴിച്ചു. അതിൽ ആവശ്യത്തിന് ആ ഒരു റൈസിന് ആവശ്യത്തിനായിട്ടുള്ള എല്ലാം ചേർത്തു. പിന്നെ വേണ്ടത് അടുത്തത് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന
ഉണക്കമുന്തിരി ഒന്നും നമുക്കില്ലായിരുന്നു കേട്ടോ. ഇല്ലാത്തത് കൊണ്ടാണ് അതൊന്നും ചേർക്കാൻ. അത് സവാളയും നമ്മളുടെ രമ്പയില ഉണ്ടല്ലോ, രമ്പയിലയും കൂടെ ഇടയ്ക്കിട്ടിട്ടുണ്ട്. രമ്പയിലയുടെ മണം അസാധ്യമാണ് കേട്ടോ. അല്ലേ അതിന് വേറെ ഒന്നിനും അതിന് പകരം നിൽക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ലെയറും കൂടെ ചോറിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചോറ് വളരെ കുറച്ചേ ഉള്ളായിരുന്നു. നമുക്കിവിടെ എല്ലാവർക്കും രാത്രിയിലും കഴിക്കാൻ തികഞ്ഞു, ഉച്ചയ്ക്കും കഴിക്കാൻ തികഞ്ഞു. രാത്രി ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വന്നില്ല. ബീറ്റിലും ചീനിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. വൈകിട്ട് ഞാൻ അവിടെ പോയി ചീനിയും ചിക്കൻ കറിയും കഴിച്ചു. സംഗീതം പിന്നെ വൈകിട്ട് ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചു. കാത്തു പിന്നെ ഇതിനിടയ്ക്ക് എപ്പോഴോ വന്ന് കഴിച്ചു. അനിയൻ പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി ഇവിടെ വെച്ച് പൊട്ടിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ അനിയൻ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ വന്ന് കഴിച്ചു. അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛന് ഇപ്പോൾ ചിക്കനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. ഇച്ചിരിയും അച്ഛന് നിർബന്ധമില്ല, എന്നാലും ഒരു ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ, ഒരു പൊടിക്കേ അച്ഛൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള ഒണിയനും രമ്പയിലെ എല്ലാം ഇട്ടിട്ട് നമ്മൾ നേരെ ബിരിയാണിയെ അടുപ്പിലേക്ക് കയറ്റി അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ആ ഒരു ചൂടിലിരുന്ന് വെന്ത് ഞാനത് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇങ്ങനെയല്ല ബിരിയാണി എടുക്കേണ്ടതെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. ഞാൻ മൊത്തത്തിൽ ഇട്ടങ്ങ് ഇളക്കി ദിയ പറഞ്ഞാൽ എന്തിനാ അമ്മ ഇളക്കുന്നത്, അത് അങ്ങനെ തന്നെ വെച്ച് ഞാൻ പറഞ്ഞു ഇല്ല ദിയ ഇളക്കാം നമുക്ക്. അപ്പോൾ എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കും. പിന്നെ ആരും ഒരു പരാതി പറയത്തില്ല, പീസില്ല അതില്ല ഇതില്ല എന്നും പറഞ്ഞിട്ട് പരാതി പറയത്തില്ലല്ലോ. അവരവർക്ക് നോക്കിയെടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അരപ്പും എല്ലായിടും ആവുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ചെയ്യരുത് ബിരിയാണിക്കകത്ത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കാനിരുന്നു. ആയിഷും വരാമെന്ന് പറഞ്ഞു, പക്ഷേ ആയിഷിന് പെട്ടെന്ന് ആയിഷിൻ്റെ ഫ്രണ്ട്സ് വന്നത് കാരണം ആയിഷ് അങ്ങോട്ട് പോയി. ദിയ കുളിച്ചു എത്തി. നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. ദിയായും പറഞ്ഞ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സന്തോഷത്തിൽ ഞാനും ഇരുന്ന് കഴിച്ചു കേട്ടോ. ഒരു കാര്യം കഴിച്ചു തരാവേ. ദിയ ഇന്നാണെങ്കിൽ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഉണ്ടല്ല, അതിൻ്റെ തന്നെ ദിയയ്ക്ക് ഇതേ കണക്കത്തെ ഡ്രസ്സ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തുണി എടുക്കുമ്പോൾ എന്തൊക്കെയായാലും ദിയക്ക് ഇതേ കണക്കൊരു ഉടുപ്പ്, സ്ലീവ്ലെസ് ഒരു ഉടുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി വരും കേട്ടോ. അതെങ്ങനെയോ ഒപ്പിച്ചെടുക്കും. ഇന്ന് ഈ ഉടുപ്പ് എടുത്തിടുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മ മറ്റേ ഡ്രസ്സ് ഇട്ട് നമ്മൾ ചോദിപ്പോൾ അമ്മ ഇതിപ്പോൾ മാറത്തില്ലല്ലോ, അതിൻ്റെ ഉടുപ്പ് ഞാൻ ഇട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ദിയ കുളിക്കാൻ പോവില്ലേ, അമ്മ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക അമ്മ എന്തെങ്കിൽ ഇതേ കണക്കുള്ള അമ്മയുടെ ഡ്രസ്സ് ഇന്ന് ഇടാവുമെന്ന്. ഞാൻ പറഞ്ഞു ഇടാവെന്ന് പറഞ്ഞ്. ഈ ദിയ നമ്മൾ തലയിൽ നിറയെ ഇതിൻ്റെ താളിപ്പൊടി അതിയാണ്. അയ്യോ ഓഫാവില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ